ഭൂമിയിലെ സ്വർഗമായി നമ്മളൊക്കെ കാണുന്ന കശ്മീരിൽ ഇനി ടൂറിസ്റ്റുകൾ ആരും വരില്ല. കശ്മീരിൽ പഹൽഗാമിലുണ്ടായ 27 നിരപരാധികളുടെ ജീവൻ എടുത്ത ഭീകരരും പാകിസ്ഥാനും കരുതിയത് അങ്ങനെയാണ്. കശ്മീരിലെ ടൂറിസം അവസാനിച്ചു. കശ്മീർ ഇനി പഴയതുപോലെ ആകില്ല. കശ്മീർ വീണ്ടും അശാന്തതയുടെ താഴ്വരയായി മാറാൻ പോകുന്നുവെന്ന്. പക്ഷേ പാകിസ്ഥാന് തെറ്റി. ഇത് ഇന്ത്യയാണ്. ഇവിടെ ഇന്ത്യൻ സൈനികരെയും ഇന്ത്യൻ സർക്കാരിനെയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് കശ്മീരിലേക്ക് വൻ ജനക്കൂട്ടം എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രെയിനുകൾ നിറഞ്ഞ് കവിയുകയാണ്. അതായത് പാകിസ്ഥാനെ ഇന്ത്യ ചുരുട്ടിക്കൂട്ടിയപ്പോൾ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആത്മധൈര്യമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ചിലവാക്കിയ പണത്തിൻ്റെ 10 മടങ്ങ് ഇനി കശ്മീരിലെ ടൂറിസത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കശ്മീരിലേക്കുള്ള ട്രെയിനുകളുടെ ബുക്കിംഗ് ഇപ്പോൾ തിരക്കാണ്. കശ്മീർ താഴ്വരയെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി റെയിൽ മാർഗം ബന്ധിപ്പിക്കുന്ന കത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം ട്രെയിൻ സർവീസിൽ അഭൂതപൂർവമായി തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ടിക്കറ്റുകൾ വിറ്റു തീർന്നതായും അടുത്ത 10 ദിവസത്തേക്കുള്ള എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്തതായും അധികൃതർ പറയുന്നു. കത്ര ശ്രീനഗർ ട്രെയിൻ കശ്മീർ താഴ്വരയിലേക്കുള്ള കണക്ടിവിറ്റിയെ മാറ്റിമറിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമായ ചെനാവ് പാലത്തിലൂടെയും ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കങ്ങളിലൂടെയും യാത്ര അനുഭവിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുമ്പോൾ ഈ റെയിൽ ലിങ്ക് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. 3 മണിക്കൂർ യാത്ര പലർക്കും ഒരു സ്വപ്നമാണ്. കാരണം ഇത് കശ്മീർ താഴ്വരയെ ജമ്മു മേഖലയിലേക്കും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും അടുപ്പിക്കുന്നു. 43,000 കോടി രൂപയുടെ റെയിൽ പദ്ധതി ഈ വർഷം ആദ്യമാണ് പൂർത്തിയായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രധാനമന്ത്രി മോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. കശ്മീരിൻ്റെ വിദൂരത്വത്തിനും വേർപിരിയലിനും പകരം സാമീപ്യം നൽകാൻ സഹായിച്ച ബൃഹത്തായ പദ്ധതി പൂർത്തിയാക്കാൻ 4 പതിറ്റാണ്ടിലേറെ സമയമെടുത്തു. ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് നേരിട്ട ട്രെയിൻ സർവീസ് ഇല്ലെങ്കിലും യാത്രക്കാർക്ക് കത്രയിൽ ട്രെയിനുകൾ മാറിക്കയറേണ്ടി വന്നാലും കശ്മീർ താഴ്വരയെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി സംയോജിപ്പിക്കുന്നതിൽ റെയിൽ ലിങ്ക് തന്നെ ഒരു പ്രധാന നേട്ടമായി കണക്കാക്കപ്പെടുന്നു. ഉദ്ഘാടനത്തിന് 1 ദിവസത്തിന് ശേഷം കത്രയ്ക്കും ശ്രീനഗറിനും ഇടയിലുള്ള ട്രെയിൻ സർവീസ് റെയിൽവേ ഔദ്യോഗികമായി ആരംഭിച്ചു. ആദ്യ ദിവസം മുതൽ ആവേശഭരിതമായ ആളുകൾ ആദ്യ ട്രെയിൻ പിടിക്കാൻ ശ്രമിച്ചതിനാൽ നീണ്ട കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. ദിവസം തെല്ലുംതോറും തിരക്ക് വർദ്ധിച്ചു വരികയാണെന്നും കത്രയ്ക്കും ശ്രീനഗറിനുമിടയിൽ 2 ട്രെയിനുകൾ ആവശ്യത്തിന് ലഭ്യമാവുന്നില്ല എന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് മുൻപ് കശ്മീർ താഴ്വരയെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ബന്ധം ശ്രീനഗർ ജമ്മു ദേശീയപാത ആയിരുന്നു. മഴക്കാലത്ത് മഞ്ഞുവീഴ്ചയിലും ഇത് പലപ്പോഴും അടച്ചിടുമായിരുന്നു. റെയിൽ സർവീസ് ആരംഭിച്ചതിനു ശേഷം മഴയായാലും മഞ്ഞുവീഴ്ചയായാലും കശ്മീർ താഴ്വര രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടില്ല. ഭൂമിശാസ്ത്രപരമായി വെല്ലുവിളി നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലൂടെയുള്ള തുരങ്കങ്ങളും പാലങ്ങളും ചേർന്നതാണ് ഈ റെയിൽ. എന്തായാലും ഇപ്പോൾ നരേന്ദ്രമോദി പോലും ഇപ്പോൾ അമ്പരന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജനക്കൂട്ടത്തെയും ഈ ജനങ്ങളുടെ ഒഴുക്കിനെയും ഒക്കെ കണ്ടുകൊണ്ട് നമുക്കറിയാം, പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരരെ അഴിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യയുടെ സ്വർഗമായ കശ്മീരിന് സമാധാനം തരാതിരിക്കുക, കശ്മീർ ഞങ്ങളുടെ സിരകളിൽ ഒഴുകുന്ന രക്തമാണെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ തന്നെ പറയുക, അത് അവിടുത്തെ ചെറുപ്പക്കാരിൽ വിഷമായി കുത്തിവെക്കുക, മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മതത്തിൽ പറയുന്ന നല്ല കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അതിനെ മറ്റു തരത്തിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് ഇവരെയൊക്കെ ചാവേറുകളും ഭീകരരുമാക്കി വളർത്തുകയാണ് പാകിസ്ഥാൻ തന്നെ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി തന്നെ അത് സമ്മതിച്ച കാര്യമാണ്. ബ്രിട്ടന് വേണ്ടിയും അമേരിക്കയ്ക്ക് വേണ്ടിയുമൊക്കെ ഭീകരരെ ഞങ്ങൾ പതിറ്റാണ്ടുകളോളം വളർത്തിയിട്ടുണ്ട് എന്നുള്ളത്. പാകിസ്ഥാൻ കരുതിയത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിലേക്ക് ആളുകൾ വരില്ല, ആളുകൾക്ക് ഭയമാണ്, ഭീകരാക്രമണം ഉണ്ടാകുമോ, ഇനിയും ഞങ്ങളെ കലിമ ചൊല്ലാൻ പറഞ്ഞിട്ടും തുണി അഴിച്ചു നോക്കിയും മതം ചോദിച്ചുമൊക്കെ കൊല്ലുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ഭരിക്കുന്നതും ഇന്ത്യക്ക് കാവലായി നിൽക്കുന്നതും നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഒരു RSSകാരനാണ്.
രാഹുൽ ഗാന്ധിയൊക്കെ കളിയാക്കുന്നത് പോലെ ഒരു ചായക്കടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആർജവം, നിലപാട്, ചങ്കുറപ്പ് ഇതൊന്നും ഈ വരുന്ന ഭീകരർക്കോ പാകിസ്ഥാനോ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നയതന്ത്ര പ്രഹരത്തിലൂടെ പാകിസ്ഥാനെ കനത്ത തിരിച്ചടി ഇന്ത്യ നൽകിയത്. ഇപ്പോൾ ഇന്ത്യയിൽ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വെള്ളം തരണം, എങ്ങനെയെങ്കിലും വെള്ളം തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം അവതാളത്തിലാകുമെന്ന്. കൃത്യമായി BJP സർക്കാർ എടുത്ത നിലപാടുകൾ, കൃത്യമായി സൈനികർ എടുത്ത തീരുമാനങ്ങൾ, തിരിച്ചടിക്ക് പ്രാപ്തമായ സമയം, അതിനിട്ട പേര് ഒക്കെ രാജ്യത്തിന് അഭിമാനം നൽകുന്നതാണ്. ഇപ്പോൾ സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അമ്പരന്ന് പോയി കാണും. കാരണം ലക്ഷങ്ങളാണ്, അല്ലെങ്കിൽ ആയിരങ്ങളാണ് ട്രെയിനിൽ കയറി ജമ്മു കശ്മീർ താഴ്വര കാണാനായി ഓടിയെത്തുന്നത്. കാരണം പാകിസ്ഥാൻ എന്തെങ്കിലും കാണിച്ചാൽ, അവിടുത്തെ ഭീകരർ എന്തെങ്കിലും കാണിച്ചാൽ, പ്രത്യേകിച്ച് അവിടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇനി ആർക്കും എപ്പോൾ വേണമെങ്കിലും പോകാം. സൈന്യം അവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും സൈന്യത്തിൻ്റെ കണ്ണുണ്ട്. ഇനി അന്നത്തെ പോലെ, അതായത് പഹൽഗാമിൽ എത്തി ഭീകരർ കലിമ ചോദിച്ചു മതം ചോദിച്ചുമൊക്കെ കൊന്നതുപോലെ, തീർത്തതുപോലെ ഇനി തീർക്കാൻ കഴിയില്ല. കാരണം വരുന്നവന്മാരൊന്നും ജീവനോടെ തിരിച്ചു പോകില്ല. അതിനുള്ള മറുപടി ഇന്ത്യ കൃത്യമായി നൽകുക തന്നെ ചെയ്യും. ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക്, ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായി. BJP സർക്കാരാണ് ഭരിക്കുന്നത്. നമുക്ക് സൈനികരുണ്ട്. നമ്മുടെ സൈനികർ നമ്മെ കൃത്യമായി കണ്ണിലെ കൃഷ്ണമണികൾ പോലെ നമ്മെ സുരക്ഷിതരായി നോക്കിക്കൊള്ളും. നമുക്കൊരാപത്ത് വന്നാൽ അവരുടെ ജീവൻ കളഞ്ഞു വരെ അവർ നമുക്ക് വേണ്ടി പോരാടും. ഒരാളെയും വെറുതെ വിടില്ല. 9 ഭീകര താവളങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത്. മസൂദ് അസറിൻ്റെ ഉൾപ്പെടെ കൊടും ഭീകരനായ മസൂദ് അസറിൻ്റെ, ആഗോള ഭീകരനെന്ന് UN പട്ടികയിൽ ഉൾപ്പെട്ട മസൂദ് അസറിൻ്റെ വരെ ഭീകര താവളങ്ങൾ എടുത്തു കളഞ്ഞു, പൊട്ടിച്ച് ചിന്ന ഭിന്നമാക്കി. മാത്രമല്ല 11 എയർബേസുകളാണ് പാകിസ്ഥാൻ്റെ. നൂർഖാൻ എയർബേസ് ഉൾപ്പെടെ ഏറ്റവും തന്ത്രപ്രധാനമായ എയർബേസാണ് നൂർഖാൻ എയർബേസ്. അവിടെ അമേരിക്കയുടെ എയർബേസാണെന്ന് പറയപ്പെടുന്നു. ആ എയർബേസ്, അമേരിക്കയ്ക്ക് കൂടി പ്രാധാന്യമുള്ള എയർബേസ് ഒരു കൂസലുമില്ലാതെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. എയർബേസിൻ്റെ റൺവേയിലേക്ക് വലിയ ഗർത്തങ്ങളാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ കൃത്യമായി നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ പോകുന്നു, ഞങ്ങൾക്ക് ഇന്ത്യൻ സൈനികരെ വിശ്വാസമാണ്, ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെ വിശ്വാസമാണ്. അതുകൊണ്ട് ഞങ്ങൾ കശ്മീരിലേക്ക് പോകുന്നു. കശ്മീരിലെ വസന്തങ്ങൾ കാണണം, കശ്മീരിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ സ്വർഗം കാണണം. ഞങ്ങൾക്ക് ആ താഴ്വരകൾ ആസ്വദിക്കണം. അവിടെ ടൂറിസം മേഖലകളിലൊക്കെ ഞങ്ങൾക്ക് സഞ്ചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ നിരന്തരം ഇങ്ങനെ ട്രെയിനിൽ ആളുകൾ നിറഞ്ഞ് കവിയുകയാണ്. നിന്നായാലും പോയാലും മതി എന്നുള്ള ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനെ ഇന്ത്യ ചുരുട്ടിക്കൂട്ടുമെന്നുറപ്പായപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വന്ന ഒരു ധൈര്യം, അത് അംഗീകരിച്ചേ മതിയാവും.